ഞാൻ ഈ സൃഷ്ടികളിലേക്ക് ഒന്നുകൂടി ചിന്തിച്ചു നോക്കി. ഈ ജനങ്ങളെ സ്വഭാവം എന്താണ്? പലരും പലരെയും കുറ്റം പറയുകയാണ്, പലരും പലരെയും ശപിക്കുകയാണ്. എന്തിന്റെ പേരിലാണ് മനുഷ്യൻ മറ്റൊരാളെ കുറ്റം പറയുന്നത്? എന്തിന്റെ പേരിലാണ് മനുഷ്യൻ മറ്റൊരാളെ തെറി പറയുന്നത്? അതിന്റെ എല്ലാം അടിസ്ഥാന കാരണം ഞാൻ ചിന്തിച്ചു നോക്കുമ്പോ അൽ ഹസദു, അസൂയയാണ് ഉസ്താദേ. സഹോദരന്മാരെ, മർക്കസ് സഖാഫത്ത് സുന്നിയ 33 കൊല്ലം അതിന്റെ ജൈത്രയാത്ര നടത്തിയപ്പോ മഹാനായ ഉസ്താദ് അവர்கள் അല്ലാഹുവിലേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഉസ്താദിന്റെ കൂടെ ഉറച്ചിരുന്ന പ്രവർത്തകരും അവിടുത്തേക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയ പണ്ഡിതന്മാരും സാദാത്തുക്കളും അവിടുത്തോടുകൂടി ഒട്ടിച്ചേർന്ന് പ്രവർത്തിച്ച പ്രവർത്തകന്മാരും അവിടുത്തെ ശിഷ്യന്മാരും അതുപോലെ തന്നെ അവിടുത്തോട് സഹകരണം കാണിച്ചവരും സുബ്ഹാനല്ലാഹ് എന്തെല്ലാം ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നു, എന്തെല്ലാം എതിർപ്പുകളെ തരണം ചെയ്യേണ്ടി വന്നു. അടിസ്ഥാന കാരണം എന്താണ്? ബഹുമാനപ്പെട്ട ഹാത്തിബുൽ അസ്വം റളിയല്ലാഹു അൻഹു പറഞ്ഞത് തന്നെ കുറ്റം പറയുന്നതിന്റെ ഒക്കെയും അടിസ്ഥാന കാരണം ഹസദാണ് കേട്ടോ, അസൂയയാണ് കേട്ടോ. ഇത് പറഞ്ഞുകൊണ്ട് ഹാത്തിബുൽ അസ്വം റളിയല്ലാഹു അൻഹു പറയാണ്, ഫനദർത്തു അഗ്നമനദർത്തു ഇലാ ഖൗലില്ലാഹി അസ്സ വജല്ല. പിന്നെ ഞാൻ അല്ലാഹുവിന്റെ വാക്കിലേക്ക് ഞാൻ ഒന്ന് ചിന്തിച്ചു നോക്കി. അല്ലാഹ് എന്താ പറയുന്നത്? നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയാ. അല്ലാഹു ജല്ല ജലാലുഹു പറയുന്നു, അതേ മനുഷ്യന്മാർക്ക് നമ്മൾ അംശയിച്ചു കൊടുത്തിരിക്കുകയാണ് അവരെ ജീവിതം. ഫിൽ ഹയാത്തിദ് ദുനിയാ, ഈ ഭൗതികമായ ലോകത്ത് നമ്മൾ അംശയിച്ചു കൊടുത്തിരിക്കുകയാണ്. ഓരോരുത്തർക്കും ഓരോന്ന് കൊടുത്തിരിക്കുകയാണ്. ഒരാളെ അല്ലാഹു തആല രാജാവാക്കുകയാണ്, മറ്റൊരാളെ മന്ത്രിയാക്കുകയാണ്, വേറൊരാളെ MLA ആക്കുകയാണ്, മറ്റൊരാളെ MP ആക്കുകയാണ്, ഒരാളെ പഞ്ചായത്തിന്റെ മെമ്പറാക്കുകയാണ്, ഒരാളെ പഞ്ചായത്തിന്റെ പ്രസിഡന്റാക്കുകയാണ്, വേറൊരാളെ വലിയ പണക്കാരനാക്കുകയാണ്, മറ്റൊരാളെ ദരിദ്രനാക്കുകയാണ്, ഒരാളെ ഡോക്ടറാക്കുന്നു, മറ്റൊരാളെ രോഗിയാക്കുന്നു, ഒരാളെ പണ്ഡിതനാക്കുന്നു, മറ്റൊരാളെ പാമരനാക്കുന്നു. ഒരാൾക്ക് പാണ്ഡിത്യം ധാരാളമുണ്ട്, പക്ഷേ അത് ഉപകരിക്കുന്നില്ല. വേറൊരാൾക്ക് പാണ്ഡിത്യം തീരെയില്ല. വേറൊരാൾക്ക് പാണ്ഡിത്യമുണ്ട്, പക്ഷേ നല്ലതിനെ ചെലവഴിക്കുന്നില്ല. വേറൊരാൾക്ക് പാണ്ഡിത്യമുണ്ട്, പക്ഷേ കാര്യലാഭമുണ്ടെങ്കിലേ മൂപ്പരത് പ്രചരിപ്പിക്കൂ, ഇല്ലെങ്കിൽ മൂപ്പരത് പ്രചരിപ്പിക്കാൻ കിട്ടൂല. വേറെ ചിലർ അവനവന്റെ കാര്യത്തിന് വളരെ ജോറാണ്, മറ്റുള്ളവന് വേണ്ടി സഹിക്കാൻ തീരെ പിന്നിലാണ്. സുബ്ഹാനല്ലാഹ്. വേറെ ചിലർക്ക് പേപ്പറിൽ പേര് വരണം, അതുപോലെ തന്നെ നോട്ടീസിൽ പേര് കാണണം. സ്വാഗതം പറയാൻ വിട്ടുപോയാ പിന്നെ മൂപ്പരടുത്ത യോഗത്തിനുണ്ടാവൂല. നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ടേ പിന്നെ കമ്മിറ്റി തന്നെ ഇല്ല. ഈ രൂപത്തിലൊക്കെയും പലതും ചിന്തിക്കുന്നവരില്ലേ? അവരുടെ ജീവിതം നമ്മൾ അംശയിച്ചു കൊടുത്തിരിക്കുന്നു. ഫിൽ ഹയാത്തിദ് ദുനിയാ, ദുനിയാവിന്റെ ജീവിതത്തിൽ നമ്മൾ അംശയിച്ചു കൊടുത്തിരിക്കുന്നു. പക്ഷേ അതെങ്ങനെയാണോ റബ്ബ് മനുഷ്യന് തീരുമാനിച്ചത് അത് ലഭിക്കുന്നു. അതിനപ്പുറം മറികടക്കാൻ ഒരു സാമർഥ്യം കൊണ്ടും കഴിയില്ല, ഒരു ശക്തി കൊണ്ടും യുക്തി കൊണ്ടും സാധ്യമല്ല. എത്ര കൂടുതലുള്ള കടലിലേക്ക് നീ ചെന്നാലും നിന്റെ പാത്രത്തിൽ പിടിക്കാവുന്നതല്ലാതെ നിനക്ക് അവിടുന്ന് മുക്കിക്കൊണ്ടുവരാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അല്ലാഹുവിലുള്ളൊരു വിശ്വാസം, അല്ലാഹുവിലുള്ളൊരു അർപ്പണം മനുഷ്യനുണ്ടെങ്കിലേ മനുഷ്യന് സമാധാനമുള്ളൂ, മനുഷ്യന് സന്തോഷമുള്ളൂ. ഉമ്മമാരെ, അതുണ്ടെങ്കിലോ മനുഷ്യനൊരു പ്രശ്നവുമില്ല. എനിക്കെന്റെ റബ്ബ് തന്നത് നഷ്ടപ്പെടുത്താൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. എനിക്കെന്റെ റബ്ബ് ഉദ്ദേശിക്കാത്തത് നേടിത്തരാനും ഒരാൾക്കും സാധ്യമല്ല. എന്നോട് എന്റെ റബ്ബ് കൽപ്പിച്ചത് എന്താണോ അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കണം. അവൻ വിരോധിച്ചത് എന്താണോ അത് ഞാനങ്ങ് കൈയൊഴിക്കണം. ഇതല്ലേ അല്ലാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞൊരു മനുഷ്യന്റെ ജീവിതം. അതുകൊണ്ട് തന്നെ ഹാത്തമുല്ല സമുദങ്ങളെ മറുപടി, ഫതറക്തുൽ ഹസദ വജ്തനബതുൽ ഖൽഖ, ഞാൻ അസൂയങ്ങ് കൈയൊഴിച്ചു. ആർക്കെത്ര ഉണ്ടായാലും എനിക്കേതാ സന്തോഷമാണ്, എനിക്കൊരു വിരോധവുമില്ല. വജ്തനബതുൽ ഖൽഖ, ഞാൻ സൃഷ്ടികളെ അങ്ങ് കൈവടിഞ്ഞു. വഅലിംതു അന്നൽ ഖിസ്മത മിൻ ഇൻദില്ലാഹ്, എല്ലാ വിഷയങ്ങളും അല്ലാഹുവിങ്കൽ നിന്നാണെന്ന് ഞാൻ അങ്ങ് ഉറപ്പിച്ചു. ഫതറക്തു അദാവത്തുൽ ഖൽഖി അദാവത്തുൽ ഖൽഖി അന്നീ, അതുകൊണ്ട് തന്നെ എന്റെ മനസ്സിൽ ഒരാളോടും ശത്രുതയില്ല, ഒരാളോടും വെറുപ്പില്ല. എന്നെ ഒരാൾ ചീത്ത
പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ അവൻ അങ്ങനെയാണ് അള്ളാഹ് തോന്നിപ്പിച്ചതെങ്കിൽ, അതവൻക്ക് എങ്ങനെയാണ് തോന്നിയതെങ്കിൽ അവനത് പറയട്ടെ. അവൻക്ക് അല്ലാഹു തആല മാപ്പ് കൊടുത്താൽ എനിക്ക് സന്തോഷം. നേരെ മറിച്ച് എനിക്ക് അങ്ങോട്ട് ചീത്ത പറയേണ്ടതില്ല. എന്നെ ഒരാൾ കല്ലെടുത്തെറിഞ്ഞിട്ടുണ്ടാകാം, പക്ഷേ അവനെ തിരിച്ച് കല്ലെടുത്തെറിയേണ്ട ആവശ്യം എനിക്കില്ല. കാരണം അവന് പറ്റിയ ഒരു അബദ്ധമാണത്. അല്ലാഹു അവനെ നന്നാക്കിയാൽ എനിക്ക് സന്തോഷം. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു സയ്യിദു ശുഹദാണത്. അതേ ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രചരണത്തിന് വേണ്ടി അതേ സ്വന്തം ശരീരം സംഭാവന ചെയ്ത ശുഹദാക്കളിൽ ഏറ്റവും മേലെയുള്ളവരാണ്. സുബ്ഹാനല്ലാഹ്, സ്വന്തം നെഞ്ഞ് പോലും ശത്രുക്കൾ കുത്തിപ്പൊട്ടിച്ച് കരളി പിടിച്ചു വലിച്ച് പുറത്തേക്കിട്ട് ചവച്ചിരുത്തിയില്ലേ. പക്ഷേ ആ മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിൽ കിടക്കുന്നു. അതേ സ്വർഗ്ഗത്തിൽ തന്നെ അതാ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന വഹ്ശി റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിൽ കിടക്കുന്നു. സുബ്ഹാനല്ലാഹ്, കൊല്ലപ്പെട്ട ശഹീദായ ഹംസ റളിയല്ലാഹു അൻഹു അതേ സമയത്ത് തന്നെ വഹ്ശി റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിൽ കിടക്കുമ്പോ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിന് വല്ല വിഷമവും തോന്നുമോ? ഒരു വിഷമവും തോന്നുന്നില്ല, സന്തോഷമാണ്. എന്തേ കാരണം? എന്തിനായിരുന്നു ഹംസ മരിച്ചത്? ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാണ്, ഞാൻ എന്തിനായിരുന്നു ഷഹീദായി മരിച്ചത്? ഞാൻ ഷഹീദായി മരിച്ചത് അതാ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന റബ്ബിന്റെ കലിമത്ത് ഉന്നതമായി നിൽക്കാനാണ്, അതിവിടെ പ്രചരിക്കാനാണ്, അല്ലാഹുവിന്റെ ദീനിലേക്ക് ജനങ്ങൾ കടന്നു വരാനാണ്. അതിനുവേണ്ടി വെട്ടും കുത്തും കൊണ്ട് മരിച്ച ഞാൻ ഇവിടെ എത്തി നോക്കുമ്പോൾ അൽഹംദുലില്ലാഹ് എന്റെ പ്രവർത്തനം മുതലായിരിക്കുന്നു, എന്റെ പ്രവർത്തനം അതാ ഫലവത്തായിരിക്കുന്നു. എന്നെ കൊന്നുകളഞ്ഞ മനുഷ്യനും കൂടി എന്റെ ആശയത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്നെ നേരത്തെ കൊന്നുകളഞ്ഞ മനുഷ്യനും കൂടി ഇപ്പോൾ എന്റെ ആശയത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, ഞാൻ ഷഹീദായത് സന്തോഷം തന്നെ. കടക്കട്ടെ, എന്നെ കൊന്നവനും സ്വർഗത്തിലേക്ക് കടക്കട്ടെ. ഹംസ റളിയല്ലാഹു അൻഹു ഏറ്റവും സന്തോഷിക്കുന്ന സമയം കൊന്ന അതാ വഹ്ശി റളിയല്ലാഹു അൻഹു സ്വർഗത്തിൽ കടക്കുമ്പോഴല്ലേ. മുസ്ലിമീങ്ങളെ, ആരോടും വൈരാഗ്യം നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല, ഒരു ശത്രുതയും നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല. നേരത്തെ ഒരുപക്ഷേ വിവരക്കേട് കൊണ്ട് കൂക്ക് വിളിച്ചവരുണ്ടാകാം, നേരത്തെ വിവരക്കേട് കൊണ്ട് കല്ലെറിഞ്ഞവരുണ്ടാകാം, തെറ്റിദ്ധരിച്ചവരുണ്ടാകാം. ആ തെറ്റിദ്ധാരണകളൊക്കെയും അല്ലാഹു തിരുത്തിക്കൊടുത്ത് അവർക്കൊക്കെയും നല്ല വഴികൾ അല്ലാഹു കാണിച്ചു കൊടുത്താൽ അൽഹംദുലില്ലാഹ്, ആ ഒരു സന്തോഷമല്ലാതെ ഒരിക്കലും തന്നെ മനസ്സ് ശുദ്ധിയായ ഒരു മനുഷ്യന്റെ മനസ്സിൽ, അല്ലാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞ ഒരാളെ മനസ്സിൽ ആരോടും അസൂയയില്ല, ആരോടും വൈരാഗ്യമില്ല. ആർക്ക് അല്ലാഹു തആല നിഅമത്ത് ചെയ്യുമ്പോൾ അവന് സന്തോഷമാണ്. ഞാൻ പല പ്രസംഗത്തിലും പറയാറുണ്ട്, തൊട്ടടുത്തുള്ള വീട്ടുകാരൻ നല്ല വീട് നിർമ്മിച്ച് അവിടെ ഇങ്ങനെ വീട് ഉഷാറാക്കി കൊണ്ടുവരികയാണ്. ഇയാൾക്ക് നല്ല സന്തോഷം, കാരണം എനിക്കത് കണ്ട് സന്തോഷിക്കാമല്ലോ, എന്റെ കണ്ടുകൊണ്ട് അത് നോക്കാമല്ലോ, എനിക്ക് എന്റെ വീട്ടിലിരുന്ന് കാണാമല്ലോ, വളരെ സന്തോഷം. അതൊരു വിഷമമില്ല. സുബ്ഹാനല്ലാഹ്, ഒരാൾ വലിയ പണക്കാരനാകുന്നു നമ്മുടെ തൊട്ടടുത്ത് ആകട്ടെ, അൽഹംദുലില്ലാഹ്, വലിയ പണക്കാരനാകട്ടെ. നമുക്ക് എപ്പോഴെങ്കിലും മർക്കസിൽ അതാ ആ കരി വേണമെന്ന് പറയാലോ, അല്ലെ സിറാജിൽ ആ കരി വേണമെന്ന് പറയാലോ, അതിന് സാധിക്കുമല്ലോ, ഉണ്ടാകട്ടെ, സന്തോഷം. മുസ്ലിയാരെ 5 പൈസ കൊടുക്കാത്തവനാണ്, ഇത്ര ഉണ്ടായിട്ടും കാര്യമില്ല, ആയിക്കോട്ടെ, നമുക്ക് അയാളോട് 1 ലക്ഷം രൂപ കടം വാങ്ങാലോ, അയാൾ ഫ്രീ അല്ലേ തരാത്തത്, കടം വാങ്ങാമോ? 5 പൈസ കടവും കൊടുക്കൂല, അൽഹംദുലില്ലാഹ്, എന്നാലും ഉണ്ടാകട്ടെ, കാരണം അയാൾക്ക് നമ്മൾ കടം കൊടുക്കണ്ടല്ലോ. എന്തായാലും നമുക്ക് സന്തോഷം തന്നെ, നമ്മൾ അങ്ങോട്ട് കടം കൊടുക്കണ്ടല്ലോ, അയാൾക്ക് വേണ്ടി നമ്മൾ എവിടെയും പോയി പിരിവ് നടത്തണ്ടല്ലോ, അൽഹംദുലില്ലാഹ്, സന്തോഷം തന്നെ. ഒരാൾക്ക് ഉണ്ടാകുന്നതിൽ അസൂയ പാടില്ല, എന്തുണ്ടായാലും അസൂയ പാടില്ല. അസൂയയില്ലാത്ത മനസ്സ് അല്ലാഹു എനിക്ക് തന്നു. അങ്ങനെ അതാ ഞാൻ അല്ലാഹുവാണ് കൊടുക്കുന്നതെന്ന് ഉറപ്പിച്ചപ്പോ സൃഷ്ടികളിലേക്ക് എന്റെ ചിന്ത വെടിഞ്ഞു, എന്റെ മനസ്സിൽ അസൂയ അങ്ങ് നീങ്ങി. ഞാനിതാ ഇപ്പോൾ ആരോടും വൈരാഗ്യമില്ലാതെ സന്തോഷകരമായി ജീവിക്കുന്നു. മഹാനായ